സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 35ാമത്തെ പേജിലെ പ്രോബ്ലംസാണ് നോക്കുന്നത്. അതിലൊന്നാമത്തത് കമ്പ്യൂട്ട് ദ പ്രൊഡക്ട്സ് ബിലോ. ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറുകളുടെ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കണം, അതായത് ഗുണനഫലം കണ്ടുപിടിക്കണം. ഫസ്റ്റ് പ്രോബ്ലം തന്നിരിക്കുന്നത് 12 × 34 അപ്പോൾ 34 നീളം കൂടുതൽ അല്ലേ. അപ്പോൾ നമുക്ക് ആ വശം ഇവിടെ അടയാളപ്പെടുത്താം. അതായത് 30 + 4 ആണല്ലോ 34. 12 എന്ന് പറഞ്ഞാൽ 10 + 2 ആണ് 12 എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഗുണിക്കാം. 10 × 30 300 വരും. 10 × 4 40. അതുപോലെ 2 × 30 60 വരും. 2 × 4 8 വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ കൂട്ടാം. അതായത് 300 + 40 340, 60 + 8 68. ഇത് നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യാം. അതായത് 340ഉം 68ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 408 വരുന്നത്, ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തെ നമ്പർ തന്നിരിക്കുന്നത് 23 × 45 ഇവിടെ ഏറ്റവും നീളം കൂടിയത് 45 45നെ നമുക്ക് 40 + 5 എന്ന് എഴുതാം. 23നെ 20 + 3 എന്ന് എഴുതാം. അത് ഈ സൈഡിൽ എഴുതി കേട്ടോ. ഇനി 20 × 40 ഇവിടെ ഓൾറെഡി 2 0 ഉണ്ടല്ലോ. ആ 2 0 വെച്ച് ഇവിടെ കൊടുക്കാം നമുക്ക്. അതിനുശേഷം 2 × 4 ചെയ്താൽ മതി, 8 കിട്ടും. ഇവിടെ ഓൾറെഡി ഒരു 0 ഉണ്ട്, ആ ഒരു 0 ഇവിടെ കൊടുക്കാം. പിന്നെ 5 × 2 10 വരും. അപ്പോൾ ഇവിടെ 100 കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തത് 3 × 40 ചെയ്യാനുള്ളത്. ഈ 0 ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇവിടെ കൊടുക്കാം. അതിനുശേഷം 3 × 4 12 ഇവിടെ എഴുതും. അപ്പോൾ നമുക്ക് 120 കിട്ടും. ഇനി 3 × 5 എന്ന് പറഞ്ഞാൽ 15 അല്ലേ. ഇത് നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യാം. അതായത് 800ഉം 100ഉം ആഡ് ചെയ്യുമ്പോൾ 900 വരും. അതുപോലെ 120 + 15 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 135 ആണ് വരുന്നത്. ഇനി നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1035 ആണ്. അത് 1035 ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാം. 75 × 75 75ന് നമുക്ക് 70 5 എന്ന് എഴുതാം അല്ലേ. രണ്ട് സൈഡിലും 75 വരുന്നത്. ഇനി നമുക്കിവിടെ 2 0 വരുന്നുണ്ട് അല്ലേ. 70ൽ 2 0 കൊടുക്കാം. 7 × 9 എന്ന് പറഞ്ഞാൽ 49 അപ്പോൾ നമുക്ക് 49 എഴുതാം. അപ്പോൾ 4900 ഇവിടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് 70 × 5 അല്ലേ. ഇവിടെ ഈ 0 നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം 7 × 5 ചെയ്താൽ മതി, 35 വരും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 350. ഇനി അടുത്ത് ചെയ്യാനുള്ളത് 5 × 70 ഇവിടെ ഓൾറെഡി ഒരു 0 ഉണ്ട്, ആ 0 കൊടുക്കാം. 5 × 7 35 കൊടുക്കാം. ഇനി 5 × 5 എന്ന് പറഞ്ഞാൽ 25. ഇനി നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യാം. അതായത് 4900ഉം 350 കൂടി ആഡ് ചെയ്യുമ്പോൾ 5250 ഇവിടെ കിട്ടുന്ന ആൻസർ. അതുപോലെ 350ന് 25 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 375 കിട്ടും. ഇനി നമുക്ക് ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ 5 വരും. അതേപോലെ 5 + 7 വരുന്നത് 12 2 കൊടുത്തു. ശിഷ്ടം റിമൈൻഡർ 1 വരും. അതായത് 1ഉം 2ഉം വരുമ്പോൾ 3 വരും. +3 കൂടി വരുമ്പോൾ 6 വരുന്നത് അല്ലേ. അതിനുശേഷം 5 താഴേക്ക് ഇടയ്ക്കിടാം. ആൻസർ വരുന്നത് 5625. അടുത്ത് ചെയ്യാനുള്ളത് 123 45. 123നെ നമുക്ക് 100 + 20 + 3 എന്ന് എഴുതാം. 45നെ 40 + 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ 3 കോളങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100 20 3 അപ്പോൾ 123 ആയല്ലോ. ഇനി 40 + 5 45 വരും. ഇനി നമുക്ക് ഇങ്ങനെ ഗുണിക്കണം അല്ലേ. 100 × 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4000 വരും. അതായത് ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ ഓൾറെഡി 3 0 ഇവിടെ തന്നിട്ടുണ്ട്. ഇനി 1 × 4 ചെയ്താൽ മതി, അപ്പോൾ 4 ഇവിടെ കിട്ടും. അതിനുശേഷം ഇവിടെയും 0 ഉണ്ട് അല്ലേ. 40ലും 20ലും 0 ഉണ്ട്, ആ 2 0 ഇവിടെ എഴുതാം. അതിനുശേഷം 4 × 2 8 ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് 800 കിട്ടും. ഇനി 40 × 3 ഇവിടെ ഓൾറെഡി ഒരു 0 ഉണ്ട്, ആ 0 ഇവിടെ കൊടുക്കാം. അതിനുശേഷം 4 × 3 ചെയ്താൽ 12 കിട്ടും. ഓക്കെ അല്ലേ. ഇനി അതുപോലെ നമുക്ക് 5 × 100 ചെയ്യാം, 500 വരും. 20 × 5 എന്ന് പറഞ്ഞാൽ 100 5 × 3 എന്ന് പറഞ്ഞാൽ 15. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. അവിടെ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൈഡിലിട്ടൊന്ന് കൂട്ടി നോക്കാം. അതായത് 4000 + 800 + 120. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 4920 ആൻസർ വരുന്നത്. അതുപോലെ 500 + 100 600 + 15 615. അതിനുശേഷം ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5535 വരുന്നത്. അതായത് 5535. അടുത്ത നമ്പർ തന്നിരിക്കുന്നത് 320 × 78. 320നെ നമുക്ക് 300 + 20 എന്ന് എഴുതാം. 78നെ 70 + 8 എന്ന് എഴുതാം. അപ്പോൾ 300 ഇവിടെ എഴുതി, 20 ഇവിടെ എഴുതി, 70ഉം
8 ഈ സൈഡിൽ എഴുതി. ഇനി നമുക്കിങ്ങനെ ഗുണിക്കാം. ഇവിടെ ഓൾറെഡി 3 0 ഉണ്ട്, 3 0 ഇവിടെ കൊടുത്തു. 7 × 3 എന്ന് പറഞ്ഞാൽ 21 ആണ്. ഇനി നമുക്ക് 70 × 20 ചെയ്യാനുള്ളത്. 70 ഒരു 0 ഉണ്ട്, 20 ഒരു 0 ഉണ്ട് അല്ലേ. 2 0 ഇവിടെ കൊടുത്തു. 7 × 2 14 ഇവിടെ എഴുതി. ഇനി നമുക്ക് അടുത്ത് ഗുണിക്കാനുള്ളത് 8 300 അല്ലേ. 300 2 0 ഉണ്ട്, ഇവിടെ കൊടുത്തു. 8 × 3 എന്ന് പറഞ്ഞാൽ 24 അപ്പോൾ 2400 കിട്ടി നമുക്ക്. ഇനി അടുത്തത് 8 × 20 ചെയ്യാനുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് 160. ഇനി നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 22,400. അതേപോലെ 2400നെ 160 കൊണ്ട് കൂട്ടുമ്പോൾ കിട്ടുന്നത് 2560. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 24,960 ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇവിടെ 36 × 15 540 തന്നിട്ടുണ്ട്. അതേപോലെ താഴെ തന്നിരിക്കുന്നത് മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 36 × 16 നിങ്ങളടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 36 × 15 = 540 അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? 36 15 പ്രാവശ്യം എഴുതി കൂട്ടുകയാണെങ്കിൽ 540 കിട്ടും. ഇനി അതല്ല 15 റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് 15 എന്ന് പറയുന്ന നമ്പറാണ് ആവർത്തിക്കുന്നതെങ്കിൽ 15 36 പ്രാവശ്യം എഴുതിയിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 540 കിട്ടും. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ 2 × 5 10 അല്ലേ. അതായത് 2 5 പ്രാവശ്യം എഴുതി കൂട്ടുകയാണെങ്കിൽ നമുക്ക് 10 കിട്ടും അല്ലേ. നേരെ മറിച്ചോ 5 2 പ്രാവശ്യം എഴുതി കൂട്ടുകയാണെങ്കിലും 10 കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 36 × 16 കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 36 × 15 540 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 36 × 15 540 തന്നിരിക്കുന്നത്. ഇവിടെ 15 എന്നുള്ളത് ഇവിടെ 16 ആയിട്ടുണ്ട്. അതായത് 36 15 പ്രാവശ്യം എഴുതി കൂട്ടിയപ്പോൾ 540 കിട്ടി. അങ്ങനെയാണെങ്കിൽ 16 പ്രാവശ്യം എഴുതുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നതെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 540ൻ്റെ കൂടെ ഒരു 36 കൂടി എഴുതി കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് 36 × 16 കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് 540ൻ്റെ കൂടെ 36 ഒന്ന് കൂട്ടി നോക്കാം. 36 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 576. ഇപ്പോൾ പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. അതായത് 36 16 പ്രാവശ്യം എഴുതി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 576. ഓക്കെ അല്ലേ. ഇനി നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ഒന്ന് നോക്കാം. അതായത് 36 × 15 540. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് 36 × 16 കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ 36 15 ഇവിടെ 16 വന്നിരിക്കുന്നത് അല്ലേ. അതായത് ഒന്നും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അതായത് 15 + 1 ഇവിടെ 16 വരുന്നത് അല്ലേ. അപ്പോൾ ഈ 16ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 15 + 1 കൊടുക്കാം. അതിനുശേഷം ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള രണ്ട് സംഖ്യകളെ 36 കൊണ്ട് ഗുണിക്കണം. അതായത് 36 × 15 പ്ലസ് 36 × 1 36 എന്ന് വരും. അതായത് 36 × 15 എന്ന് പറഞ്ഞാൽ 540 പ്ലസ് 36. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണത്? 576. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് തന്നിരിക്കുന്നത് 37 × 15 അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുള്ളത് 36 × 15 = 540. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ 37 അല്ലേ. 36ന് പകരം 37 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 15 37 പ്രാവശ്യം എഴുതി കൂട്ടുമ്പോൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 15 36 പ്രാവശ്യം എഴുതി കൂട്ടിയപ്പോൾ 540 കിട്ടിയെങ്കിൽ ഇനി 37 പ്രാവശ്യം അല്ലേ. ഒരു പ്രാവശ്യം കൂടി 15 ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി അല്ലേ. അതായത് 540ൻ്റെ കൂടെ 15 കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 37 × 15 കിട്ടും. നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. 40ൻ്റെ കൂടെ 15 ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 555 ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. 36 × 15 540. കാണാനുള്ളത് 37 × 15 അല്ലേ. അപ്പോൾ 36ൻ്റെ സ്ഥാനത്ത് 1 കൂടിയിട്ടുണ്ട് അല്ലേ. 37. അപ്പോൾ നമുക്ക് 36ൻ്റെ സ്ഥാനത്ത് 36 + 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ 37ൻ്റെ ഭാഗത്ത് നമുക്ക് 36 + 1 എന്ന് കൊടുക്കാം. × 15 അങ്ങനെ തന്നെ എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിനുള്ളിലുള്ള രണ്ട് സംഖ്യകളെയും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 36 × 15 അവിടെ എഴുതി പ്ലസ് 1 × 15 15 തന്നെ വരും. അപ്പോൾ 36 × 15 എന്ന് പറഞ്ഞാൽ 540 അതെടുത്ത് എഴുതി പ്ലസ് 15. അപ്പോൾ 540ൻ്റെ കൂടെ 15 ആഡ് ചെയ്യുമ്പോൾ 555 കിട്ടും. ഓക്കെ അല്ലേ.
അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 36 × 14 അല്ലേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 36 × 15 540. അപ്പോൾ ഇവിടെ 15-ൽ നിന്നും 1 കുറവാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 540-ൽ നിന്നും 36 മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് 540 മൈനസ് 36 ചെയ്യാം. ഇവിടെ 0 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1 ഇവിടുന്ന് കടം കൊടുക്കുമ്പോൾ ഇത് 10 ആയി. 10-ൽ നിന്നും 6 പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. പിന്നെ ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 3 ആണ്. 3-ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 0 വരും. 5 അതേപോലെ തന്നെ നമുക്ക് ഇറക്കി എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 504 ആണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 35 × 15 ആണ്. നമുക്ക് തന്നിട്ടുള്ളത് 36 × 15 ആണ് 540 തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 35 മതി. അതായത് 15 35 പ്രാവശ്യം എഴുതി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് കണ്ടെത്തിയാൽ മതി. അതുകൊണ്ട് നമുക്ക് 540-ൽ നിന്നും ഒരു 15 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ മൈനസ് ചെയ്യുമ്പോൾ 4-ൽ നിന്നും 1 കടം കൊടുക്കുമ്പോൾ ഇത് 10 ആയി. 10-ൽ നിന്നും 5 മൈനസ് ചെയ്യുമ്പോൾ 5 വരും. ഇവിടെ 3 ആണ് വരുന്നത് അല്ലേ. മുകളിൽ 3 വരും. അപ്പോൾ 3-ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടും. 5 താഴത്തേക്ക് എടുത്തെഴുതി. അപ്പോൾ ഇവിടെ 525 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവിടെ 36 × 15 540 തന്നിട്ടുണ്ട്. നമുക്ക് കാണാനുള്ളത് 35 × 15 ആണ് കാണാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ 35 ആണ്. അപ്പോൾ 36-ൽ നിന്നും 1 കുറയ്ക്കുമ്പോഴാണല്ലോ 35 കിട്ടണത്. അപ്പോൾ നമുക്ക് 36 - 1 × 15 എന്ന് എഴുതാം. അതായത് ഈ 35-ൻ്റെ സ്ഥാനത്ത് 36 - 1 എന്ന് എഴുതാം അല്ലേ. 36 - 1 അല്ലേ 35. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഇവിടെ എടുത്ത് എഴുതി. അതിന് ശേഷം 36-നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്തു. അതേപോലെ 1-നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്തു. അതായത് 36 × 15 മൈനസ് ഈ മൈനസ് ഇവിടെ എഴുതി. 1 × 15 ഇവിടെ എഴുതി. അപ്പോൾ 36 × 15 എന്ന് പറഞ്ഞാൽ 540 ആണ്. അതിവിടെ തന്നെ എഴുതി. മൈനസ് 1 × 15 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 540-ൽ നിന്നും മൈനസ് 15 ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 525 ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഗുണിച്ചപ്പോൾ 1360 കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16. അതായത് അതിൻ്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും. ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതിന് തൊട്ട് മുൻപത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇവിടെ 36 × 15 540 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 36-ൻ്റെ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് 37 ആണല്ലോ. ഇനി ഈ 36-ൻ്റെ തൊട്ട് മുൻപത്തെ സംഖ്യ എന്ന് പറയുന്നതും 35 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 15 36 പ്രാവശ്യം എഴുതി കൂട്ടുമ്പോൾ 540 കിട്ടുന്നു എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുമ്പോഴോ 37 ആണ് വരുന്നത് അല്ലേ. അതായത് 15 37 പ്രാവശ്യം എഴുതി കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ ഇവിടെയും. അതായത് 16 എത്രയോ പ്രാവശ്യം എഴുതി കൂട്ടിയപ്പോൾ 1360 കിട്ടി. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1360 കൂടെ ഈ 16 കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. അതായത് 1360 + 16 ചെയ്യുമ്പോൾ 1376 കിട്ടും. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആ സംഖ്യയുടെ തൊട്ട് മുൻപത്തെ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിൽ നിന്നും ഈ 16 മൈനസ് ചെയ്താൽ മതി. അതായത് 1360 - 16 ചെയ്യാന്നുണ്ടെങ്കിൽ 1344 കിട്ടും. മനസ്സിലായല്ലോ. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നാന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.